മൗനരാഗത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെ തന്നത് മൗനരാഗമാണ് ഞാൻ പറയും. എന്നെ പോലെ ഒരു അഭിനയിക്കാൻ ആഗ്രഹിച്ച ഒരു പയ്യന് ഒരു നായകനാക്കി, അതും ഫിനാൻഷ്യലി സ്റ്റെബിലൈസ് ആക്കിയതും, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം തൊട്ട് എല്ലാ A to Z കാര്യങ്ങളും എനിക്ക് മൗനരാഗം തന്നതാണ്. ശരിക്കും ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ ഐ എം ജസ്റ്റ് ലിവിങ് ഇൻ മൈ ഡ്രീം. വാക്കുകൾക്ക് അതീതമായ പ്രണയത്തിന്റെ ഭാഷ മലയാളികൾക്ക് പകർന്നു നൽകിയ മൗനരാഗം തിരശീല വീഴുകയാണ്. 2019 ഡിസംബറിൽ തുടങ്ങി നീണ്ട 7 വർഷത്തെ മനോഹരമായ യാത്രയ്ക്ക് ശേഷമാണ് ഇന്ന് ഈ പരമ്പര വിടവാങ്ങുന്നത്. സംസാരിക്കാൻ കഴിയാത്ത കല്യാണിയുടെയും അവളെ ജീവന തുല്യം സ്നേഹിച്ച കിരണിന്റെയും അതിജീവനത്തിന്റെ കഥ മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയതാണ്. പ്രളയവും നിപ്പയും കോവിഡ് മഹാമാരിയും വന്നപ്പോഴും ഒരു നിമിഷം പോലും മുടങ്ങാതെ കല്യാണിയും കിരണും നമ്മുടെ സ്വീകരണ മുറികളിലെത്തി. അവരുടെ വിവാഹം, കുഞ്ഞിന്റെ ജനനം, ഒടുവിൽ കല്യാണിക്ക് ശബ്ദം തിരികെ ലഭിച്ച നിമിഷം വരെ ഓരോ എപ്പിസോഡും പ്രേക്ഷകർ കണ്ടത് സ്വന്തം കുടുംബത്തിലെ വിശേഷങ്ങൾ പോലെയായിരുന്നു. ഐശ്വര്യ റംസായിയും നെലീഫും തങ്ങളുടെ മികച്ച അഭിനയം കൊണ്ട് കല്യാണി എന്ന കഥാപാത്രത്തെയും കിരൺ എന്ന വ്യക്തിത്വത്തെയും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു. 7 വർഷം നീണ്ടുനിന്ന ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു വലിയ യാത്രയ്ക്കാണ് ഇന്ന് അന്ത്യമാകുന്നത്. കല്യാണിയും കിരണും ഇനി നമ്മുടെ മുന്നിൽ സ്ക്രീനിൽ ഉണ്ടാകില്ലെങ്കിലും അവരുടെ മനോഹരമായ പ്രണയവും അതിജീവനവും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും.